ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ മോർണിംഗ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ വല്ലാത്തൊരു കോൾഡ് ഉണ്ടായിരുന്നു. ഞാൻ അലർജിയുടെ ഒരു ടാബ്ലറ്റ് എടുത്തെങ്കിലും പിന്നെയും കിച്ചണിലോട്ട് വരാൻ പറ്റാത്ത സ്ഥിതിയിൽ തുമ്മലായതുകൊണ്ട് ഐ ടുക്ക് വൺ മോർ ടാബ്ലറ്റ്. അപ്പോഴേക്കും എൻ്റെ കണ്ണും മൂക്കുമൊക്കെ നന്നായിട്ട് വീങ്ങിയിരിപ്പുണ്ട് കേട്ടോ. ടാബ്ലറ്റ്സ് എടുത്ത് ഒരു ചെറിയ നാപ്പൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ നോക്കിയായത്. ഇപ്പോൾ എന്നെ കണ്ടാൽ ഞാൻ കരഞ്ഞതുപോലെ ഇരിക്കും, പക്ഷെ കരഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നും ഞാൻ കരഞ്ഞു വന്ന്. ഞാൻ കരഞ്ഞിട്ടില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് മെനു ഒക്കെ ഞാൻ ഇന്നലെ കിടക്കുന്നതിന് മുമ്പ് തന്നെ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഫിക്സ് ആയിരുന്നാൽ രാവിലെ കിച്ചണിലോട്ട് എത്തുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് ഓർഡറിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഞാനൊരു പ്ലാനറാണ്. ഞാൻ എല്ലാ കാര്യവും ഇങ്ങനെ ആവശ്യമില്ലാതെ ഒരുപാട് പ്ലാൻ ചെയ്യും. നാളെ രാവിലെ തൊട്ട് ഞാൻ രാവിലെ എണീറ്റാൽ ഇത് ആദ്യം കുക്കറിൽ വെക്കും, 3 അടുപ്പിൽ ഇന്ന കാര്യങ്ങൾ വെക്കും, അങ്ങനെ ഒരു ചെറിയ ട്രിപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫിലിമിന് പോകാമെന്ന് തന്നെ അലം പറഞ്ഞാൽ അന്ന് ഉച്ച തൊട്ട് ഞാൻ എന്തൊക്കെ ചെയ്യും, എത്ര മണിക്ക് ഞാൻ റെഡിയാവാൻ കയറും, അതിന് ഞാൻ ഇത്ര മണിക്ക് ഫ്രീ ആവണം എന്നൊക്കെയുള്ളത് ഒരു ടൈം ലൈൻ വെച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആലനാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പുള്ളിക്കൊരു ഫ്രീ സ്റ്റൈലാണ് ഇഷ്ടം. നമ്മൾ ഒരു കാര്യത്തിനും അത്രയും ടെൻഷൻ അടിക്കണ്ട എന്നാണ് പറയാറുള്ളത്. അങ്ങനെ 2 എക്സ്ട്രീം ഡിഫറൻസസ് ഉള്ള 2 ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ അങ്ങനെയാണെന്ന് തോന്നുന്നു എല്ലാവർക്കും. നമ്മളുടെ ആ ഒരു ബാലൻസിന് അത് കുറച്ച് നല്ലതാണ്. പ്ലാൻ ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളും തലയും കുത്തി നിന്ന് പ്ലാൻ ചെയ്യുന്ന ഒരാളും രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൊരു ബാലൻസ് ഒക്കെ ഉണ്ടാവും. റൈസ് ഞാൻ കഴുകി കുക്കറിലിട്ടു. എപ്പോഴത്തെയും പോലെ ഒരു ഗ്ലാസ് നിറച്ച റൈസാണ് എടുത്തിട്ടുള്ളത്. രാത്രി ഇവിടെ ചോറ് എടുക്കത്തില്ല എന്ന് ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് മാക്സിമം ഉച്ചയ്ക്ക് തീരുന്ന പരുവത്തിനെ ഞാൻ എടുക്കാറുള്ളൂ. രാത്രി കുറച്ചെങ്കിലും ബാക്കി ഇരുന്നാൽ അത് കുക്കുവിന് കൊടുക്കും. പക്ഷേ അങ്ങനെയാണെങ്കിലും അവനതിന് പ്രശ്നവും ഉണ്ടാക്കും, എനിക്ക് മാത്രം ചോറൊന്നും ചോദിച്ചിട്ട്. പിന്നെ പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജായിട്ടും കമൻ്റായിട്ടും എനിക്ക് വന്നത് ഒരു കാര്യമാണ്. ഈ വീഡിയോസൊക്കെ കൊള്ളാം, പക്ഷേ ഇപ്പോൾ നടക്കുന്ന പ്രകൃതിക്ഷോഭത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം, അതും കൂടി ഉൾപ്പെടുത്തിയാൽ കൊള്ളാം. ഓക്കെ, ദാറ്റ് വാസ് എ സജഷൻ, ദാറ്റ് വാസ് ഫൈൻ. പക്ഷേ വേറൊരാളിട്ട മെസ്സേജ് കുറച്ചുകൂടെ അത് വേറൊരു ലെവലായിരുന്നു. ലൈക്ക്, നിങ്ങൾ നാട്ടിൽ തന്നെ ഉള്ളതല്ലേ, ഞാൻ ഫോളോ ചെയ്യുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സും വയനാട്ടിൽ ഇഷ്യൂ ഇട്ടിട്ടുണ്ട്, ദെൻ നിങ്ങൾ മാത്രമാണ് അതിടാറുന്നത്, സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നലത്തെ എൻ്റെ ലോങ് വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ 2 കക്ഷികളും ആ ലോങ് വീഡിയോ കണ്ടിട്ടില്ല. ആൻഡ് ഐ എഗ്രി, ഐ കനോട്ട് ഫോഴ്സ് ദം ടു ഡു ഇറ്റ്. അവരുടെ ഇഷ്ടമാണ് അവർ റീല് കാണണോ ലോങ് വീഡിയോ കാണണോ എന്നുള്ളത്. അപ്പോൾ പ്രേ ഫോർ വയനാട് എന്ന് സ്റ്റാറ്റസ് ഇടണോ വേണ്ടയോ എന്നുള്ളത് കംപ്ലീറ്റ്ലി എൻ്റെ കാര്യമല്ലേ. അപ്പം ഞാൻ അവരെ ഒന്നിനും ഫോഴ്സ് ചെയ്യാത്തതുപോലെ തന്നെ ദേ ഹാവ് നോ റൈറ്റ്സ് ടു ഫോഴ്സ് മീ. ഞാൻ പ്രേ ഫോർ വയനാടെന്നും പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം, കഴിഞ്ഞ T20 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് ഗൂഗിളിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ എനിക്ക് കണ്ടിഷ്ടപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു സ്റ്റോറി ആയിട്ട്. ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ റിവ്യൂവിന് ഒരുപാട് ടൈം എടുക്കുന്നെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പോയി അതിൻ്റെ അകത്തൊന്ന് അരിച്ച് പറക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അതിലെനിക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം വന്ന് കിടപ്പുണ്ട്. ഞാനത് സ്റ്റോറി ആയിട്ട് ഇട്ടതിന്. അത് ഞാൻ എല്ലായിടത്തുനിന്നും പോയി ഡിലീറ്റ് ചെയ്തു. പക്ഷേ അതുകൊണ്ട് ഇനി എൻ്റെ FBയുടെ റിവ്യൂവിന് ഇനിയും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എനിക്ക് വന്നതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് ഒരു കാര്യം ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഇനി അത് ചെയ്യാനായിട്ട്. എൻ്റേതല്ലാത്ത കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇനി അതിനപ്പുറം ഇതിൻ്റെ അകത്തുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, പ്രേ ഫോർ വയനാട് എന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി ഇട്ടത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. ചെളിയിൽ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളുടെ മുമ്പിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നത്? പ്രാർത്ഥനയൊക്കെ ബലം കണ്ടിരുന്നെങ്കിൽ അർജുൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേനെ. ഞാൻ ഇവിടെ ഒരു ക്ലാരിഫിക്കേഷനും കൂടെ തന്നോട്ടെ. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി യുവർ ചോയ്സ്. പ്രാർത്ഥിക്കണോ വേണ്ടയോ നിങ്ങൾക്ക്, നിങ്ങളുടെ വിശ്വാസം, അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ റൈറ്റ്സാണ്. അതുപോലെ തന്നെ എനിക്കും എൻ്റേതായ കാര്യങ്ങളില്ലേ. ഞാൻ വിശ്വസിക്കുന്നത് പ്രേ ഫോർ വയനാടിലല്ല, ഡു ഫോർ വയനാടിലാണ്. ആസ് ആൻ ഓർഗനൈസേഷൻ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വി ആർ കളക്ടിങ് തിങ്സ്. ഫണ്ടായിട്ടും അല്ലാതെ പ്രൊവിഷനായിട്ടും സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ടും ഞങ്ങൾ കളക്ട് ചെയ്യുന്ന ഈ എല്ലാ സാധനങ്ങളും ഇവിടുത്തെ റെഡ് ക്രോസുമായിട്ട് ചേർന്നിട്ട് വയനാട്ടിലേക്ക് എത്തിക്കാനാണ് സ്കൂളിൻ്റെ തീരുമാനം. ആൻഡ് ദിസ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് അവർ സിറ്റാഡൽ ട്രസ്റ്റ്. എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ വന്നിട്ട് നിങ്ങൾ ഈ നാട്ടിലല്ലേ, എന്നിട്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, സ്വന്തം കാര്യം മാത്രം നോക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കിവിടെ ഒന്നും പ്രൂവ് ചെയ്യാനില്ലെങ്കിലും ഐ ആം ജസ്റ്റ് ലെറ്റിംഗ് യു നോ ദാറ്റ് യു കനോട്ട് ജഡ്ജ് പീപ്പിൾ ലൈക്ക് ദിസ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇലയടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സേറമോളുടെ വീട്ടിൽ നിന്ന് കുറച്ച് വാഴയില വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വാഴയിലയിലല്ല ഇലയട ഉണ്ടാക്കുന്നത്, നമ്മുടെ ചീലാന്തി മരം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ തന്നെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല. അതിൻ്റെ ഇലയിലാണ് ഞാനിപ്പോൾ ഇലയട ഉണ്ടാക്കാൻ പോകുന്നത്. വാഴയില എന്തിനാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ ഡിഫറൻസസിൽ മറ്റൊരെണ്ണമാണ്, എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ആലൻ മധുരം കഴിക്കാറില്ല. ആലന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇനി ചപ്പാത്തി ഉണ്ടാക്കണം.
6 മിനിറ്റ്സ് ഈസി ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. അല്ലെങ്കിൽ ഇലയട ഉണ്ടാക്കുന്നതൊക്കെ അമ്മയും ലില്ലിയമ്മച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊരു വലിയ ചടങ്ങാണ്. ആദ്യം മാവ് ഇങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് തണുപ്പിച്ച് കൈ പൊള്ളി പൊള്ളി കുഴച്ച്, ഇപ്പോൾ കൊഴുക്കട്ടയാണെങ്കിലും ഇലയപ്പം ആണെങ്കിലും അവർ കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ടൈമും പെട്ടെന്ന്, എന്തായാലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും, വലിയതൊന്നുമല്ല, ഒട്ടും വ്യത്യാസമില്ല. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. ഈ ഇടിയപ്പം പൊടിയുടെ കൂടെ തന്നെ നമുക്ക് ഒരിത്തിരി മൈദയും കൂടെ ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. കുറച്ച് നല്ല ടെക്സ്ചർ ആയിരിക്കും, നല്ല ഇങ്ങനെ എന്താ പറയുന്നത്, നല്ല നല്ല സ്കിന്നായിട്ടിരിക്കും ഇലയപ്പത്തിൻ്റെത്. അമ്മ തേങ്ങ തിരുകുന്ന ഒരു ക്ലിപ്പ് ഇതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചല്ലോ. അമ്മ ഇലയടയ്ക്കായിട്ടുള്ള തേങ്ങയാണ് തിരികിയത്. അമ്മേനെ കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ശർക്കരയും ചീകി എടുപ്പിച്ചു. ഞാൻ ചീകിയാൽ ശർക്കരയുടെ പകുതി ഞാൻ തിന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെയാണ് ചെയ്തത്. തിരികിയ തേങ്ങയും ചീകിയ ശർക്കരയൊക്കെ പോരാന്ന് പറഞ്ഞ് ഞാൻ പിന്നീടും കുറച്ചൊക്കെ കൂടി ഇടിയിച്ചു. എൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിനകത്ത് വെച്ചിട്ട് ബാക്കി വാരി തിന്നുക എന്നുള്ളതാണ്. ഞാൻ ഇലയട ഉണ്ടാക്കുന്നത് മൊമോസ് മേക്കറിലാണ് കേട്ടോ. ഈ മൊമോസ് മേക്കറിൽ ഡയറക്റ്റായിട്ട് എടുത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ശർക്കര എന്തായാലും പൊട്ടും. നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് ചെയ്താലും ശർക്കര കുറച്ച് പൊട്ടി ഒലിക്കും. അപ്പോൾ അത് ഈ ഒരു പാമ്പിൻ്റെ സാധനമാണല്ലോ ഈ മൊമോസ് മേക്കർ. അതിൻ്റെ അകത്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കഴുകുമ്പോഴത്തേക്ക് പോകത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഉറുമ്പാവും. അതുകൊണ്ട് ഇന്നലെ അമ്മേനെ കൊണ്ട് ഞാൻ സേറമോളുടെ വീട്ടിൽ നിന്ന് എടുപ്പിച്ച ഒരു വാഴയില ഞാൻ കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു റൗണ്ടിൽ കത്രികയൊക്കെ വെച്ച് വെട്ടി. ഞാൻ രാത്രി തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചിരുന്നു കേട്ടോ. രാവിലെ ഇത്രയും ഡെക്കറേഷനോ ആർട്ട് വർക്കിനോ ഒന്നും എനിക്ക് സമയം കിട്ടാറില്ല. ഇതിന് നമുക്ക് ഈ 2 തട്ടുണ്ടാവും. അപ്പോൾ കൊഴുക്കട്ട ഇലയുടെയും മൊമോസൊക്കെ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ സ്പേഷ്യസുമാണ്. ഒത്തിരി സാധനങ്ങൾ ഒറ്റയടിക്ക് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും. ഞാനിത് ഇവിടുന്ന് മേടിച്ചതല്ല, പക്ഷേ ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവൈലബിൾ ആണ്, സൈസ് ഡിഫറൻസ് അനുസരിച്ച് അവൈലബിൾ ആണ്. ഇത് ചേച്ചി ദുബായിൽ വെച്ച് വാങ്ങിച്ചതാണ്. അപ്പം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇത് ഇവിടെയായി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ 2 പേരും കൂടെയായിരുന്നു ഇതിലെ പരിപാടികളൊക്കെ. ഇത് ചേച്ചി പുൽച്ചിറയിലോട്ട് പോയപ്പോഴത്തേക്ക് എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും സാധനം ഇവിടെ തന്നെയുണ്ട്. ഇതിലുണ്ടാക്കുമ്പോൾ രുചിക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ മുളങ്കുറ്റിയിൽ വേവുന്ന പുട്ടിൻ്റെ ടേസ്റ്റ് പോലെ ഇതിനകത്തിരുന്ന് വേവുമ്പോൾ ഇതിനൊരു പ്രത്യേകതയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നതിൽ കൈ ഇങ്ങനെ നനച്ച് കൊടുത്താൽ നമുക്ക് ഈ പ്രോസസ്സ് മുഴുവൻ ഒറ്റയടിക്ക് തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കയ്യിൽ ഒട്ടിയത് പിച്ചിപ്പറിച്ചൊക്കെ എടുക്കാൻ നിൽക്കണം. ഈ തീറ്റ വെക്കുന്ന ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ആ സാധനത്തിന് പറയുന്നത്. അതായത് ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്ങിന് ഇവിടെ തീറ്റ എന്നാണ് പറയുന്നത്. ഈ തീറ്റ വെച്ച് അടയ്ക്കുമ്പോഴത്തേക്ക് ചില സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെ പൊട്ടി വരെയോ അല്ലെങ്കിൽ ഒട്ടാതൊക്കെ ഇരിക്കുമ്പോഴോ ലേശം വെള്ളം തൊട്ടിട്ട് അത് അടച്ചു കൊടുത്താൽ മതി, നന്നായിട്ട് അടയും. ഈ മൊമോസ് മേക്കറിൻ്റെ തട്ട് ഞാൻ ആദ്യം വെച്ചപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതിലിങ്ങനെ ഗ്യാപ്സ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെ വേണം ഈ ആവി മേലോട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മൾ വാഴയില വെച്ച് കഴിഞ്ഞാൽ ഇതാകും, പക്ഷേ എന്നാലും പെട്ടെന്ന് ആവത്തില്ല, കാരണം ഫുൾ അടഞ്ഞിരുന്നാലുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ദ്വാരങ്ങളിട്ട് കൊടുക്കും. നമ്മുടെ ഈ ഫ്ലെക്സൊക്കെ അടിച്ചിട്ട് അവർ കാറ്റടിച്ച് കീറാതിരിക്കാൻ ഇടുന്ന പോലെ. മുളയും കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് തീയിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിരിക്കുന്നത് ഈ ഒരു കുക്കറിൻ്റെ പുറത്താണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് ഇങ്ങനെ അകത്തോട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എനിക്ക് ഈ കുക്കറിൻ്റെ മുകളിൽ ലോക്കായിട്ടിരിക്കും. ഈ കുക്കറിൽ തന്നെയാണ് എനിക്കിനി ചിക്കൻ കറി വെക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ കറിയിലോട്ടൊന്നും പോകാണ്ട് ആദ്യം ഈ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെടുത്തത്. സാധാ അരിമാവ് ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു 10-20 മിനിറ്റോളം അതിങ്ങനെ വെക്കണം എന്നമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇത് ഈസി ഇടിയപ്പം പൊടി ആയതുകൊണ്ട് തന്നെ 6 to 8 മിനിറ്റിനുള്ളിൽ ആ മാവ് വേകും. അത് കഴിഞ്ഞിട്ടും അതിലൊത്തിരി ആവി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പിന്നെ ഓവർ കുക്കായിട്ട് നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് ഒരു കുറച്ചുകൂടി ഒരു ലിക്വിഡായിട്ടുള്ളൊരു ഫോമിൽ അതിങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 മിനിറ്റ് തന്നെ വെക്കാറുള്ളൂ. 6 മിനിറ്റ് ആകുമ്പോൾ ഞാനത് ഓഫ് ചെയ്യും. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്തുനിന്ന് എല്ലാം എടുക്കുന്നത്. ഇപ്പോൾ 6 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നല്ല ചൂട് കാണും കേട്ടോ. ഞാൻ കൈവച്ചെടുക്കാൻ ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കി, പറ്റുന്നില്ല. അത്യാവശ്യത്തിന് ചൂടായിട്ടുണ്ട്. അതൊരു തുണിയൊക്കെ വെച്ച് തട പിടിച്ച് അപ്പുറത്തോട്ടെടുത്ത് മാറ്റിയതിന് ശേഷം അതേ കുക്കറിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയാണ്. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ ഇന്നലെ രാത്രി തന്നെ അരിഞ്ഞു വെച്ചിരുന്നു. ഇത് ഒരു വലിയ സവാളയും ഒരു വലിയ സവാളയുടെ പകുതിയുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച നേർപ്പിച്ചരിഞ്ഞ സവാള ഇട്ടിട്ട് അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളകും 2 വറ്റൽമുളകും ഇട്ട് കൂടെ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മിക്സ് മൊത്തത്തിലൊന്നൊരു കുഴയുന്ന പരുവത്തിലാകുമ്പോഴത്തേക്ക് അതിലേക്ക് മുഴുവൻ മസാലകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി കുറച്ച് പെരുംജീരകം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി പൊടികളായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നത് ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. എൻ്റെ കയ്യിൽ ചിക്കൻ മസാല തീർന്നു കേട്ടോ, അതുകൊണ്ട് ഗരം മസാല കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടി, കുറച്ചധികം മുളക് പൊടി. ഞാൻ സാധാ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ലെവൽ ബാലൻസ് ചെയ്യാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് കരിയാണ്ട് ഈ പൊടികളൊക്കെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോഴേ കറിക്ക് നല്ല നിറം വരത്തുള്ളൂ. ആ ഒരു പരിപാടി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാത്തത് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി ചിക്കനിൽ മൊത്തത്തിൽ ചതച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്താൽ കറിക്കൊരു കുത്ത് വരും. അതുകൊണ്ട് അത് ഒഴിവാക്കി. ചിക്കനിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ലേശം വെള്ളം മാത്രം ഒഴിച്ചിട്ട് അതിനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കണം. ആ ടൈമിൽ ഞാൻ ഇലയുടെയൊക്കെ എടുത്ത് മൊമോസ് മേക്കറിൽ നിന്ന് മാറ്റി ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പൊട്ടിയിട്ടുണ്ട് കേട്ടോ, അവിടെ എവിടെയൊക്കെയോ പൊട്ടി ശർക്കരയൊക്കെ ഇച്ചിരി വെളിയിൽ വന്നിട്ടുണ്ട്.
ഇപ്പോൾ അടുപ്പിച്ചൊരു 2-3 ദിവസമായിട്ട് എണീക്കുമ്പോൾ ലേറ്റ് ആവുന്നതുകൊണ്ടും പിന്നെ കുക്കുവിനെ പഠിപ്പിക്കേണ്ടിയൊക്കെ വരുന്നതുകൊണ്ടും മലയാളം പഠിപ്പിക്കേണ്ടി വരുന്നതുകൊണ്ടും രാവിലത്തെ എൻ്റെ ക്ലീനിങ് ഒന്നും നടക്കുന്നില്ല. മേലെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ചൂലുമായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് മോക്ഷം കാത്ത് അവിടെ കുറച്ച് തുണികൾ സ്റ്റാൻഡിൽ കിടപ്പുണ്ടായിരുന്നു. എന്തായാലും സ്റ്റാൻഡ് ക്ലിയർ ചെയ്യുന്നു, എന്നാൽ പിന്നെ ഇന്നത്തെ ലോണ്ട്രിയും കൂടെ അങ്ങ് നടത്താമെന്ന് കരുതിയിട്ട് ആലൻ്റെ ബിന്നിൽ കിടന്ന അഴുക്ക് ഡ്രസ്സസൊക്കെ ഞാനെടുത്ത് വാഷ് ചെയ്യാൻ ഇട്ടിട്ടാണ് ബാക്കി ക്ലോത്ത്സൊക്കെ മടക്കി വെച്ചത്. അതെല്ലാം ആലൻ്റെ തന്നെയാണ് കേട്ടോ. അതെല്ലാം ഇങ്ങോട്ട് അകത്തോട്ട് വെച്ചാൽ മതി. അകത്ത് ആലനും കുക്കുവും നല്ല ഉറക്കമാണ്, അതുകൊണ്ടാണ് അകത്തോട്ടുള്ള ഷോട്ട് ഞാൻ കാണിക്കാതിരുന്നത്. കുക്കുവിൻ്റെ ലഞ്ച് പാക്ക് ചെയ്യണമെങ്കിൽ ആ ചിക്കൻ കറിയും കൂടെ ആവണമായിരുന്നു. അതുകൊണ്ടാണ് ഈ ജോലിയൊക്കെ തീർത്തിട്ട് ഇനി അത് പോയി പാക്ക് ചെയ്യാമെന്ന് വെച്ചത്. ഇപ്പോൾ ഈ ഓഡിയോയുടെ ഇടയിൽ ഒരു കാക്കയുടെ സൗണ്ട് വല്ലാണ്ട് കേൾക്കുന്നുണ്ടല്ലേ. മുൻപ് ഈ ഓഡിയോസിൻ്റെ ഇടയിൽ കേട്ടോണ്ടിരുന്ന സേറമോളുടെ കോഴിയുടെ സൗണ്ട് നിങ്ങളിപ്പോൾ കേൾക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ? അതിനെ ഞങ്ങളങ്ങ് പൊരിച്ച് കഴിച്ചു. അബി ആയിരുന്നു അതിന് പിന്നിൽ. ആൻറ്റി കോഴിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പൊരിച്ച് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. കുറച്ച് വിനാഗിരിയൊക്കെ ഇട്ട്. നാരങ്ങ ഇല്ലായിരുന്നുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു പാതിരാത്രി പരുവത്തിനാണ് ഇതൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നത്. വിഷമമുണ്ടോ സേറാന്ന് ചോദിച്ചപ്പോൾ വിഷമമുണ്ട്, പക്ഷേ രുചിയും ഉണ്ടെന്നായിരുന്നു സേറയുടെ മറുപടി. കുക്കുവിന് ലഞ്ചിന് കൊടുക്കാനായിട്ട് വെജിറ്റബിൾ ഇന്നലെ ഉണ്ടാക്കിയ പച്ചക്ക ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വെജിറ്റബിൾ ഒന്നും ഞാൻ ഉണ്ടാക്കാറുള്ളത്. ചിക്കൻ പീസസ് എന്നൊരു 2-3 പീസ് എടുത്ത് അതും ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് പച്ചക്കായും ചിക്കൻ ഫ്രൈയും കൂടെ അവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തു. ടിഫിൻ ബോക്സിലേക്ക് ചിക്കൻ കറി ഒഴിച്ച് കുഴച്ചെടുത്ത ചോറും പച്ചക്കായും എപ്പോഴത്തെയും പോലെ 2 കാടമുട്ടയും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ് വെച്ചത്. ഒരു പപ്പടം കൂടെ വെക്കാനായിട്ട് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടാണ് അതിൽ പപ്പടം വെച്ചത്. ഇന്നലെ രാത്രി ഇവിടെ പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് പപ്പടം കാച്ചിയായിരുന്നു. അപ്പോൾ ഞാനൊരു 2-3 എണ്ണം ഇന്നത്തേക്കും കൂടെ എടുത്ത് വെച്ചിരുന്നു. പിന്നെ സ്നാക്സും എടുത്ത് വെച്ചു. ബിസ്ക്കറ്റ്സ് മുഴുവൻ തിന്ന് തീർത്ത് അതിൻ്റെ അകത്ത് പാക്കറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേഫേഴ്സ് ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചു. ഇന്നലെ ഈ സ്നാക്സ് ബോക്സ് കാണാനില്ലായിരുന്നു. ഇന്ന് രാവിലെ എന്തായാലും അത് തപ്പി കണ്ടുപിടിച്ചു. ഇവിടെ വൈകിട്ട് വന്നിട്ട് സ്നാക്സ് എടുത്ത് കഴിക്കാനും ഈ ഒരു ബോക്സ് തന്നെയാണ് അവൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാനില്ലാണ്ടാവുന്നത്. ഇനി ലഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം കുക്കുവിനെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡിയായി സ്കൂളിലേക്ക് ഇറങ്ങാൻ. ഇന്നലെ എന്നോട് ഈ 2 പേര് പറഞ്ഞതും ചിലപ്പോൾ സജഷനായിട്ട് എടുത്തൂടെ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ആദ്യത്തെ ആൾ പറഞ്ഞത് എനിക്ക് ആ ലാംഗ്വേജ് ഒന്നും ചോയ്സ് ഓഫ് വേർഡ്സ് ഒന്നും എനിക്ക് മനസ്സിലാവും. സജഷനായിട്ട് എടുക്കേണ്ടത് ഞാൻ സജഷനായിട്ട് തന്നെയാണ് എടുത്തത്. ബട്ട് ദ സെക്കൻഡ് വൺ വാസ് എ ബിറ്റ് ഹാഷ് ഫോർ മീ. എന്നെ സംബന്ധിച്ചത് അങ്ങനെയാണ്. ചോയ്സ് ഓഫ് വേർഡ്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് വായിക്കുമ്പോൾ, ആ മെസ്സേജ് വായിക്കുമ്പോൾ ഞാനത് എൻ്റെ മൈൻഡിൽ ഞാനതിനൊരു ടോൺ കൊടുക്കും. അത് നമ്മളും അങ്ങനെയാണല്ലോ. നമുക്ക് കിട്ടുന്ന ഓരോ മെസ്സേജ് വായിക്കുമ്പോഴും അത് എന്ന ടോണിലായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ആ വോയിസിൽ പ്ലേ ആവുമല്ലോ. യുവർ സജഷൻസ് കറക്ഷൻസ് ആർ അബ്സല്യൂട്ട്ലി വെൽക്കം. ഇതിൻ്റെ അകത്ത് വന്നിട്ട് എന്നെ ബാഡ് കമൻസ് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് പറയാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. ബിക്കോസ് ദിസ് ഇസ് എ പബ്ലിക് പ്ലാറ്റ്ഫോം. പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത് വെച്ചിട്ട് ഒരാളെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം കൺവേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാനതിന് എന്ത് ടോൺ കൊടുക്കണം, ഞാൻ എന്നെ വേർഡ്സ് യൂസ് ചെയ്താൽ എന്നെ വേർഡ്സ് യൂസ് ചെയ്താൽ അത് കുറച്ച് പൊളൈറ്റായിട്ട് എനിക്ക് പറയാം. നമ്മൾക്ക് എല്ലാം പറയാം. ഒരാളെ നമുക്ക് കുറ്റം പറയാം, വഴക്ക് പറയാം. പക്ഷേ ആ കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലായി അതുകൊണ്ടൊരു മാറ്റം അയാളിൽ സംഭവിക്കണം എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് പറയാനുള്ള കാര്യത്തെ നമ്മൾ ഷുഗർ കോട്ടൊന്നും ചെയ്യണ്ട. ബട്ട് ചോയ്സ് ഓഫ് വേർഡ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനെ മാക്സിമം അത് നല്ല സെൻസിൽ അപ്പുറത്തേക്ക് എത്തുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കപ്പിൾസിൻ്റെ ഇടയിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ല, അത് എടുക്കുന്ന സെൻസിൻ്റെ പ്രശ്നമാണ്. ഒരാൾ എന്നോട് പറയുന്നത് ഞാൻ എന്ത് സെൻസിൽ എടുക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു മീ. പക്ഷേ ഞാനത് അങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. നീ ചെയ്യുന്നത് ശരിയല്ല എന്നായിരിക്കും എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതിനെ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അയാൾ ഒരു പ്രാവശ്യമെങ്കിലും അതിനെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കും. ഇവിടെ ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു, എന്നിട്ടും കുഴപ്പമില്ല. ദിസ് ഇസ് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഞാനിത് വരവ് വെച്ചിരിക്കുന്നു. പക്ഷേ ഞാനങ്ങനെ ക്ഷമിക്കുന്ന ഒരാളല്ല. ഞാനങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കത്തൊന്നുമില്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് ഞാനിപ്പോൾ നിന്ന അതേ സിറ്റുവേഷനിൽ എൻ്റെ അതേ പ്ലേസിൽ നിങ്ങളും എത്തട്ടെ എന്ന് ഞാൻ ഐ റിയലി ഹോപ്പ്. ബിക്കോസ് എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. യു വിൽ സൂൺ ബി ഇൻ മൈ ഷൂസ്. ഞാൻ ഈ കർമ്മയിൽ ബിലീവ് ചെയ്യുന്ന ആളാണ്. അതങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും, വരാതെ എവിടെ പോകാൻ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നാളെ കാണാം.